നമുക്ക് ലൈറ്റിൻ്റെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല എന്ന് വേണം പറയാൻ. മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിനും ലൈറ്റിൻ്റെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഫോട്ടോൺസ് പോലത്തെ മാസ്ലെസ് ആയ ഒബ്ജക്ട്സിനെ ലൈറ്റിൻ്റെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറത്തിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, റിലേറ്റിവിസ്റ്റിക് മാസ് എന്ന്. അതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ് സ്പീഡിൽ പോകും തോറും നെക്സ്റ്റ് ഒരു പോയിൻ്റ് സ്പീഡിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എനർജി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും എനർജി യൂസേജ് വിൽ ബി ഇൻഫിനിറ്റ് എനർജി എന്നൊരു കോൺസെപ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനിപ്പോൾ ഒരു ഇക്വേഷനാണിത്. ഈ ഇക്വേഷനിൽ നമുക്ക് കണ്ടറിയാം, സി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡും വി എന്ന് പറയുന്നത് മൂവിങ് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയുമാണ്. ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ അടുത്ത് നമ്മുടെ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്തുമ്പോൾ ഡിനോമിനേറ്റർ ഫുള്ളായി 0 ആയി മാറും. എനിത്തിങ് ഡിവൈഡഡ് ബൈ 0 ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റ് എനർജി എന്നൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടാവുക. ഇൻഫിനിറ്റ് എനർജി എന്നൊരു കൺസെപ്റ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല, പറയാൻ പറ്റില്ല, ഭാവിയിൽ കണ്ടുപിടിക്കുമായിരിക്കും. വാർപ്പ് ഡിവൈസസ് പോലത്തെ അല്ലെങ്കിൽ വേം ഹോൾ കൺസെപ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം ലൈറ്റിൻ്റെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല.